ഹായ് ഗൈസ്, പടക്കളം സിനിമ കണ്ടു. അതിൻ്റെ റിവ്യൂ പറയാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാം. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. നമ്മുടെ വേടൻ്റെ ഇഷ്യൂസ് വന്നപ്പോഴും പിന്നെ അതുപോലെ തന്നെ പല പല ഇഷ്യൂസൊക്കെ നടന്നപ്പോഴും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഒന്നും നടന്നില്ല, ജോലി തിരക്കൊണ്ടും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ്. അപ്പം കഴിവതും റെഗുലർലി വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പം പടക്കളം സിനിമ കണ്ടു. പടക്കളം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സംവിധായകനെ കുറിച്ച് ആദ്യം പറയാം. മനു സുരാജ്. അദ്ദേഹം ഇതിനു മുമ്പ് പടം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കോറിഡോർ എന്ന് പറയുന്ന സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം രണ്ടാമത് ഉള്ള പടം ഇതാണ്. അത് വർഷങ്ങൾക്ക് മുമ്പങ്ങാണ്ട് ചെയ്ത വർഷവും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അപ്പം ഇതിൻ്റെ റൈറ്ററും അദ്ദേഹം തന്നെയാണ്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിതിൻ സി ബാബു എന്ന് പറയുന്നൊരു വ്യക്തിയും കൂടെ ചേർന്നിട്ടാണ് ഈ പടം എഴുതിയേക്കുന്നത്. അപ്പം പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് പടം തുടങ്ങി കഴിഞ്ഞൊരു 15 മിനിറ്റ് വരെ നമുക്ക് തോന്നും ഒരു കോളേജ് പടം, ഒരുമാതിരി ചളി കോമഡിയും പടം കാണുമ്പോൾ നമുക്ക് തന്നെ ഓർക്കും ഇതിൻ്റെ റൂട്ട് നമ്മൾ കണ്ടു പറഞ്ഞ ഒരുമാതിരി രീതിയിലൊക്കെ തന്നെ കോളേജ് ക്യാമ്പസ് പടം എങ്ങനെയാണോ അതുപോലൊക്കെ തന്നെ ആയിരിക്കും. അതിൽ വന്നു പോകുന്ന സുരാജ് വെഞ്ഞാറമ്മൂടാണേലും നമ്മുടെ സന്ദീപ് പ്രദീപിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ ഫാലിമി സിനിമയ്ക്കകത്ത് നമ്മുടെ അവൻ്റെ ബ്രദറായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ജിംഖാനയ്ക്കകത്തൊക്കെ ഉണ്ട് സന്ദീപ് പ്രദീപ്. പുതുമുഖ നായകനാണ്. കൊള്ളാം, ചെറുക്കൻ കൊള്ളാം, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരു ക്യാമ്പസ് സ്റ്റോറി പോലെ തുടങ്ങുന്ന ഒരു പടം നമുക്ക് അത്ര അങ്ങോട്ട് സൂഹിക്കത്തില്ല. കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്യും, ചളി കോമഡിയൊക്കെ ആയിട്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷറഫുദ്ദീൻ എൻട്രി തുടങ്ങുന്നു. ഷറഫുദ്ദീൻ എൻട്രി വന്നു കഴിയുമ്പോഴത്തേക്കും പടത്തിൻ്റെ റേഞ്ച് അങ്ങോട്ട് മാറുകയാണ്. ഇത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ഒരു സിനിമയല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അതിന് ശേഷമുള്ള ഓരോ ഇൻസിഡൻസും. ഇൻ്റർവെൽ പഞ്ച് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ശരിക്കും നമ്മൾ ഞെട്ടും. അപ്പോൾ നമ്മൾ ഓർക്കും ഇതെങ്ങോട്ടേ പോകുന്നത്, ഇതെങ്ങനെ കൊണ്ട് അവസാനിപ്പിക്കും, ഇത് എന്ത് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത് നമുക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നത്, ഇൻ്റർവെല്ലിൽ വേണ്ടായിരുന്നു, ഇതൊന്ന് കണ്ടാൽ മതി, അതായത് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതുള്ളൊരു മൂഡ് നമുക്ക് വരും. ശരിക്കും പറഞ്ഞാൽ പടം തുടങ്ങി ഒരു 15 മിനിറ്റിൽ ഓരോരുത്തരുടെ അഭിനയവും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ നമുക്ക് പുല്ല് ഇത് അതുപോലെയൊക്കെ തന്നെ ഒരു പൊട്ടപ്പടമാണല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ഷറഫുദ്ദീൻ ഇൻ്റർവ്യൂക്ക് ശേഷം പിന്നെ അങ്ങോട്ട് പടത്തിൻ്റെ റേഞ്ചേ മാറുക, വേറെ മൂടാ പടം. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഹാഫ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ 15 മിനിറ്റ്, അതിനകത്ത് എല്ലാം വിടും. ഡയറക്ഷൻ ആണെങ്കിലും അഭിനയമാണെങ്കിലും അതുപോലെ തന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടൊരു ഒരു 15 മിനിറ്റ് നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നും. പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം പടം റൂട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഡിറക്ഷൻ ബേസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി എൻറ്റയർലി പടം വേറെ റൂട്ടിലോട്ടങ്ങ് മാറുക. ശരിക്കും നമ്മൾ പടത്തിനകത്ത് ഇന്നാവും, ശരിക്കും നമ്മളെ പിടിച്ചിരുത്തും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമ്മളിത് കണ്ടു പറഞ്ഞ പല പടങ്ങളുടെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഒരു നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തരുന്നൊരു സാധനം. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പറഞ്ഞാൽ മനസ്സിലാവില്ല, പോയി കാണുക, കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സിനിമ വേറിട്ട് നിൽക്കുന്നതെന്ന്. അടിപൊളി, കൊള്ളാം, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് പറയാം, നമ്മൾ ശരിക്കും തല പുകയും. നമ്മുടെ എല്ലാ പ്രഡിക്ഷനും തെറ്റിക്കും. നമ്മൾ ചിന്തിക്കും ഇന്നായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, പക്ഷേ അതൊന്നുമല്ല. കറങ്ങി തിരിഞ്ഞ് ആ ഓരോ ഇൻസിഡൻസിനും കൊണ്ടെത്തിക്കുന്ന രീതി ഓരോന്നും എന്താ പറയുക, അടിപൊളി പടം, ഒരു രക്ഷയില്ല, നല്ല പടമാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം, എല്ലാവർക്കും ഫാമിലിയോടെ പോയി കാണാം. ഡബിൾ മീനിങ്സ് 1-2 കൊണ്ട് കുഴപ്പമില്ല, എന്നാലും നല്ല പടമാണ്. അതുപോലെ തന്നെ ഇതിന് അഭിനയിച്ചേക്കുന്ന എൻ്റയർ കാസ്റ്റ് അടിപൊളി. അത് ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ സുരാജ് വളരെ ബോറായിരുന്നു എന്ന്, പക്ഷെ സെക്കൻഡ് ഹാഫിൽ സുരാജാണ്. ഫസ്റ്റ് 15 മിനിറ്റിൽ കാണുന്ന സുരാജ് അല്ല സെക്കൻഡ് ഹാഫിൽ കാണുന്നത്. അത് ഈ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും അഭിനയിച്ചേക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. സെക്കൻഡ് ഹാഫിൽ അവരെ കാണിച്ചേക്കുന്ന രീതി തന്നെ വേറെ രീതിയിലാണ്. ചിലരെയൊക്കെ കാസ്റ്റ് ചെയ്തേക്കുന്നത് എന്തിനാണെന്ന് പോലും നമ്മൾ സംശയിച്ച് വെക്കും, പക്ഷേ ഇതുപോലെ കറക്റ്റ് കാസ്റ്റിംഗ് വേറെ കിട്ടത്തുമില്ല, അതുപോലെ ചെയ്ത് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഷറഫുദ്ദീനാണ് ഹാൻഡിൽ ചെയ്തേക്കുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൽ സുരാജാണ് സ്കോർ ചെയ്തേക്കുന്നത്. ഒരു രക്ഷയില്ല. അങ്ങേരെ നാഷണൽ അവാർഡൊക്കെ കൊടുത്തേക്കുന്നത് വെറുതെ അല്ല, അടിപൊളി, നന്നായിട്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, അതുപോലെ അത് ട്രീറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഈ സിനിമ മൊത്തം ട്രീറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ, ഇതെന്തോന്നാടേ ഇങ്ങനെ. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ഏറ്റവും അവസാനം അത് സോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ മാൻ, ഡയറക്ടർ ബ്രില്യൻസ്. ഇതിനകത്ത് കുറേ സൂപ്പർ ഹീറോസിൻ്റെ
എലമെൻസ് ആണ് വരുന്നത് കൂടുതലും. അപ്പോൾ അതുമായിട്ട് ഇവരെ കണക്ട് ചെയ്തേക്കുന്ന രീതികൾ ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, എല്ലാവരും പോയി കാണുക, എൻജോയ് ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി പടം. തുടരും സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരെണ്ണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനം വീണ്ടും കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ റിവ്യൂ. അപ്പം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ, പ്രാരാബ്ധമാണ്, അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്. തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.